നമ്മുടെ സന്ദീപ് രാജാക്കാടും ടീമും ഒരു ഹൈ റേഞ്ച് ഐറ്റവുമായി പെരിയാറിലൂടെ വള്ളം തുഴഞ്ഞ് തീരത്തേക്ക് അടുപ്പിക്കുകയാണ്. കട്ടൻ ചായയുടെ കൂടെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പെരിയാർ ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുകയാണ്. നല്ല തണുത്ത കാറ്റുണ്ട്. ഈ തണുത്ത കാറ്റത്ത് ഒരു കട്ടൻ ചായ ഏലക്കായൊക്കെ ഇട്ട് ഈ പെരിയാറിന്റെ തീരത്തിരുന്ന് കുടിക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. കൂടെ ഹൈറേഞ്ചിൻ്റെ ഒരു വിഭവം കൂടി ഉണ്ടെങ്കിൽ ഗംഭീരമാകും. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഈ കാറ്റും കട്ടൻ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈ റേഞ്ചിൻ്റെയൊക്കെ നിങ്ങളുടെയൊക്കെ പഴയ കാലത്തൊരു വിഭവമാണ്. അതായത് മൈദയും ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് അവലൊക്കെ വെച്ച് ശർക്കരയൊക്കെ ഇട്ട് ഇലക്കകത്ത് പൊതിഞ്ഞ് ദോശക്കല്ലയിൽ ചുട്ടെടുക്കും നമ്മൾ. അപ്പം ഇലയുടെയും കട്ടനുമാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. അങ്ങോട്ട് പോകാം. നമ്മൾ തേങ്ങ ചിരണ്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് ശർക്കര ചിരണ്ടിയിടുന്നു. ഈ ചിരണ്ടി വെച്ചേക്കുന്ന ശർക്കരയ്ക്ക് തേങ്ങയ്ക്കകത്തേക്ക് കുറച്ച് ജീരകം ഇങ്ങനെ ഒന്ന് വെതറി കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മൈദ എടുത്തു, ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. മൈദ ഇങ്ങനെ പാത്രത്തിലേക്ക് ഇടുക. ലേശം ഉപ്പ്, നല്ല വെള്ളം ഇടുന്നത് ഒഴിച്ച് പരിപാടികളിലേക്ക് കടക്കുകയാണ്. മാവെടുത്ത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇതിങ്ങനെ നൈസായിട്ട് പരത്തുകയാണ്. കുറച്ച് അവല് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെടുത്ത് ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അവനെ കൂടി ഇങ്ങനെ നൈസായിട്ട് കുറേ എല്ലായിടത്തും ശർക്കരയൊക്കെ ചെന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ നിർത്തുക. എന്നിട്ടിതാ ഇതിനെങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെയാണ് മടക്കണം. ദോശക്കല്ല് ചൂടായോ ഷിജോ? അപ്പം നല്ല സെറ്റായിട്ട് ചൂടായി കിടക്കുകയാണ് ദോശക്കല്ല്. ആ ദോശക്കല്ലിലേക്ക് എണ്ണ തേക്കണ്ട, അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മുടെ അട ഏറെക്കുറെ ചുട്ട് തീർന്നിട്ടുണ്ട്. കട്ടൻ ചായ ഉണ്ടാക്കണം. ഏലക്കായും കൂടെ ഇടിച്ചെടുത്ത് അതിനകത്തേക്ക് ഇടാം. നല്ല ചൂട് കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒഴിക്കാം. ഇപ്പോൾ പെരിയാറിലെ കാറ്റും കട്ടനും ഇലയുടെയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. നല്ല രസമാണ്. ഒരു പഴയ കാലത്തിൻ്റെ നൊസ്റ്റുമൊക്കെ ആയിരിക്കും. എന്തായിരുന്നാലും കാറ്റും കട്ടനിൽ മറ്റൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി. അങ്ങനെ ഗൃഹാതുരത്വമുള്ള ഒരു കാഴ്ച പ്രേക്ഷകർക്ക് സന്ദീപ് വീണ്ടും സമ്മാനിച്ചിരിക്കുകയാണ്.